നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈഗ്രെയിനും തലവേദനയും പലരെയും അലട്ടുന്ന ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. മൈഗ്രെയിന് പരിഹാരമെന്ത്? ഈ വിഷയത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ പി ചിത്രയാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, പലരെയും പ്രായഭേദമന്യേ പലരെയും ബാധിക്കുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ. എന്താണ് മൈഗ്രെയിൻ? എത്രത്തോളം ഗുരുതരമാണ് ഈ ഒരു രോഗാവസ്ഥ? മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു തരം തലവേദനയാണല്ലോ. ഒരു വശത്ത് മാത്രമായിരിക്കും സാധാരണയായിട്ട്. അത് ഒരു പ്രാവശ്യം വലതുവശമാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പം ഇടതുവശമായിരിക്കും. അങ്ങനെ മാറി മാറി വരാം. ചിലപ്പം ചില 3-4 അറ്റാക്സ് ചിലപ്പം വലതുവശത്ത് തന്നെ ആയിരിക്കാം, ചിലപ്പം ഇടതുവശത്തായിരിക്കാം. കുറച്ച് കഴിഞ്ഞാൽ അത് രണ്ട് തല പരിപൂർണമായിട്ടും മൊത്തത്തിലും വരാം. തലവേദനയുടെ കൂടെ തന്നെ തലവേദന കൈ വെച്ച് അമർത്തുമ്പോൾ വലിയ ടെൻഡർനെസ്, അതായത് പെയിൻ ഉണ്ട്, പേഷ്യൻ്റ് അനുഭവപ്പെടാം. കഴുത്തിൽ ചിലപ്പം വേദന വരാം. ഇത് ആക്ച്വലി ഒരു 4 മണിക്കൂറെങ്കിലും നീണ്ടു നിൽക്കുകയും ചെയ്യും. മിനിമം അത് ഒരു 3 ദിവസത്തേക്ക് വേണമെങ്കിലും നീണ്ടു നിൽക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. അത് ഛർദ്ദൽ കഴിഞ്ഞാൽ ഒരു റിലീഫ് ഉണ്ടാവും. ഉറങ്ങിയാലും കുറയുമായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളിച്ചം കാണാൻ ഒരു അരോചകമായിരിക്കും. വെളിച്ചം വേണ്ട എന്ന് തോന്നി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിരിക്കാൻ തോന്നും. പിന്നെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും തലവേദന ഉള്ളപ്പം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില സ്മെല്ലുകൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വിഷ്വൽ ഓറ, അതായത് മൈഗ്രെയിൻ്റെ കൂടെ തന്നെയോ അതില്ലെങ്കിൽ മൈഗ്രെയിന് തൊട്ട് മുമ്പോ നമുക്ക് ചില ഫ്ലാഷസ് ഓഫ് ലൈറ്റ് കാണാം. അതായത് മിന്നി വരുന്ന പ്രകാശമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പം കറുത്ത പൊട്ടായിട്ടോ വല്ലതും കാണാം. ചിലപ്പം കോട്ടയുടെ മതിലുകൾ പോലെ നമുക്ക് ചില ഒരു വിഷ്വൽ ഓറ നമുക്ക് ഉണ്ടാകാം. അപ്പം അത് കുറച്ച് നേരത്തേക്ക് 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് നേരത്തേക്ക് വേണ്ടിയെങ്കിലും നീണ്ടു നിൽക്കാൻ, ചിലപ്പോൾ മാക്സിമം ഒരു 1 അവറെങ്കിലും നമുക്ക് ഉണ്ടാവാം ഈ വിഷ്വൽ സിംറ്റംസ്. ചില സമയത്ത് തലവേദന ഇല്ലാതെയും ഇത് മാത്രമായിട്ട് ഓറ മാത്രമായിട്ട് വന്നിട്ട് പോകാം. തലവേദന ഇല്ലാതെ തന്നെ തലവേദന ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും അത് ഇത്രയും നേരം, അതായത് 3 ദിവസത്തേക്ക് നീണ്ടു നിൽക്കാം. ചില സമയത്ത് ഒരു 4 മണിക്കൂർ, മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും. വളരെ ചെറിയ തരത്തിലുള്ള തലവേദനയാണെങ്കിൽ ചെറിയ ഒരു അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന മൈൽഡായിട്ട് വന്നിട്ടും പോകാവുന്നതാണ്. പിന്നെ സാധാരണമായിട്ട് മൈഗ്രെയിൻ വരുന്നവർക്ക് ഇത് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ചില ദിവസങ്ങളിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 3 ദിവസം വരെ നീണ്ടു നിൽക്കാം. ചില സമയത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഉണ്ടാവാം. ചിലപ്പം ഒരു മാസത്തിൽ തന്നെ പലതവണ വരാം. ഇത് ചികിത്സ തന്നെയും നമ്മൾ ആലോചിക്കുന്നത് എത്ര പ്രാവശ്യം ഇത് വരുന്നു ഒരു മാസത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാതിരിക്കുക. അതായത് മൈഗ്രെയിൻ വരുമ്പോൾ നമുക്ക് ഒരുമാതിരി ഒരു ഫെറ്റീഗ്, അതായത് നമുക്കൊരു ക്ഷീണമൊക്കെ അനുഭവപ്പെടാം. തല ചിലപ്പം നമ്മളെ കെട്ടിവെക്കുകയോ തലയിൽ മസാജ് ഒക്കെ അറിയാതെ അങ്ങ് ചെയ്തു പോകും, ഇരുട്ടത്തിരിക്കുകയൊക്കെ ചെയ്തു പോകും. അപ്പം ഒരു 15 ഡേയ്സ്, അതായത് ഒരു മാസത്തിൽ അത്രയും കൂടുതൽ പ്രാവശ്യം തലവേദന വന്നാലാണ് നമ്മൾ സാധാരണയായി ചികിത്സ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള ചികിത്സ തേടുന്നത്. അല്ലാതെ കംപ്ലീറ്റ് ക്യൂർ ചെയ്യുന്ന അസുഖമല്ല. ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴത്തേക്കും, ഒരു ആഫ്റ്റർ 50 ഒക്കെ ആകുമ്പോഴത്തേക്കും, 50 വയസ്സ് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ മൈഗ്രെയിൻ പ്രായം കൂടുന്തോറും കുറഞ്ഞു വരുന്ന അതില്ലാതാവുന്നതായിട്ടാണ് കാണുന്നത്. സാധാരണയായിട്ട് ഫാമിലി ഹിസ്റ്ററി കാണും. അച്ഛനോ അമ്മയ്ക്കോ അവരുടെ ചെറുപ്പകാലത്ത് ഈ മൈഗ്രെയിൻ സാധാരണയായിട്ട് ചെറുപ്പകാലത്താണ് തുടങ്ങുന്നത്. വളരെ ലേറ്റ് ഓൺസെറ്റ് മൈഗ്രെയിനും ഉണ്ടാവാറുണ്ട്. അപ്പം അച്ഛനും അമ്മയ്ക്കും ചിലപ്പം കാണത്തില്ല. ചിലപ്പം അവരുടെ തന്നെ പേരൻസ്, അതായത് ഗ്രാൻഡ് പാരൻസിനായിരുന്നു, അമ്മയുടെ വഴിയിലോ അച്ഛൻ്റെ വഴിയിലോ ഉള്ള ഗ്രാൻഡ് പാരൻസിലും ചിലപ്പം ഹിസ്റ്ററി എടുത്താൽ കാണാം. അപ്പം ചിലപ്പം നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പം അച്ഛനും അമ്മയ്ക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയ്യോ ഞങ്ങൾക്ക് ആർക്കും ഇല്ല എന്ന് പറയാം. ചിലപ്പോൾ അവരുടെ ഗ്രാൻഡ് പാരൻസിനോ അവരുടെ തന്നെ അങ്കിളോ ആൻറ്റിക്കോ ഒക്കെ ഈ തരത്തിലുള്ള തലവേദന ഉണ്ടാവാറുണ്ട്. ഛർദ്ദിക്കാൻ ഉള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ അലോസരമായിരിക്കും. ഛർദ്ദിച്ചു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. പിന്നെ ഇത് വരാനുള്ള കാരണങ്ങൾ, അതായത് എന്തൊക്കെ ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെൻറ്റ് എന്നാണല്ലോ. വെറുതെ മരുന്ന് കഴിക്കുന്നതിനേക്കാളും നമുക്കിത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്താൽ നമുക്ക് വരാതിരിക്കാം എന്നൂടെ നോക്കാം. അതായത് ഇപ്പം
വലിയ ടെൻഷൻ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. പിന്നെ ഉറക്കമില്ലായ്മ, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാം, അല്ലെങ്കിൽ ചില സമയത്ത് ഉറക്കം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ വിഷയങ്ങളുണ്ടാവാം. അന്ന സമയത്ത് ഉറങ്ങാതിരിക്കുക എന്തെങ്കിലും ചെയ്താലും തലവേദന വരാം. പിന്നെ രണ്ടാമതായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ, അതായത് ഒരു മീൽ മിസ് ചെയ്താലും നമുക്ക് തലവേദന വരാം. പിന്നെ യാത്ര ചെയ്താൽ, വെയിൽ കൊണ്ടാൽ ഒക്കെ തലവേദന വരാം. ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റബിൾ ആണ്. അതായത് യാത്ര ചെയ്താൽ, വെയിലത്ത് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുട എടുക്കാം. യാത്ര കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ചില സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ യാത്ര ചെയ്യണം. അവോയ്ഡ് ചെയ്യുന്ന സ്ഥലത്ത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഭക്ഷണം മിസ് ചെയ്യാതെ നോക്കാം. എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ കരുതി കയ്യിൽ ഭക്ഷണം വെച്ചിരിക്കാം. ഉറക്കം അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഉറക്കം ഇല്ലാതിരിക്കാനായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ആരെങ്കിലും ആ കാര്യങ്ങൾ ഏൽപ്പിക്കാം. ഇതൊക്കെ സാധാരണയായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വേറെ പിന്നെ ചികിത്സാ രീതിയെ കുറിച്ചാണെങ്കിൽ, ചികിത്സ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? തലവേദന വരുമ്പം നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡോക്ടറിൻ്റെ അടുത്ത്, എന്നുവെച്ചാൽ സ്വയം ചികിത്സ ചെയ്യുന്നതിനേക്കാളും നമുക്കിത് വേണോ, എന്ത് തരം ചികിത്സയാണ് നമുക്ക് നല്ലത് എന്ന് ഡോക്ടറിനെ കണ്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇത് പലപ്പോഴും മൈഗ്രെയിൻ പോലെ ഇരിക്കുന്ന വേറെയും തലവേദനകളുണ്ട്. അതുകൊണ്ട് വെറുതെ പെയിൻ കില്ലേഴ്സ് കഴിച്ച് നമ്മൾ ഇരിക്കരുത്. തലവേദന വന്നാൽ ഒരു ഫിസീഷ്യനെ കണ്ട് തലവേദന ഈ മൈഗ്രെയിൻ തന്നെയാണോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. പിന്നെ പെയിൻ കില്ലർ അത് ചിലപ്പം കഴിക്കേണ്ടതായിട്ട് വരും. അത് വല്ലപ്പോഴും ഒരു തലവേദനയാണെങ്കിൽ അത് മതിയാകുമായിരിക്കും. പിന്നെ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ അതിൽ തന്നെയും ചിലപ്പം കുറയത്തില്ല എന്നുണ്ടെങ്കിൽ ട്രിപ്റ്റാൻസ് പോലത്തെ ചില മരുന്നുകളുണ്ട്. അത് വളരെ അടുപ്പിച്ച് വരുന്നവർക്ക് അത് പ്രിവെൻറ്റബിൾ ആയിട്ട് ചിലപ്പം നേസൽ, അതായത് നമ്മൾ ഇൻഹലേഷൻ തന്നെയുമുള്ള മരുന്നുകളുണ്ട്. കുറച്ച് വില കൂടിയതാണെങ്കിലും നമുക്ക് മരുന്ന് കഴിക്കാതെ തന്നെ നേസൽ സ്പ്രേ എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇത് വരാതിരിക്കാനുള്ള, അതായത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നേസൽ സ്പ്രേ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എലിവേറ്റ് ചെയ്യാം, അതായത് തലവേദന കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പെയിൻ കില്ലേഴ്സ് അല്ലാതെ തന്നെ ട്രിപ്റ്റാൻസ്, പലതരത്തിലുള്ള ട്രിപ്റ്റാൻസും ഉണ്ട്. അതൊക്കെ തലവേദന കുറയ്ക്കാൻ സാഹചര്യങ്ങളുണ്ടാക്കാം. പിന്നെ തലവേദന വന്നു കഴിഞ്ഞാലായിട്ട് നമ്മൾ ഉടനെ തന്നെ വെച്ച് ഇരുന്ന് അത് കൂട്ടി തലവേദന അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ NSAIDs പെയിൻ കില്ലേഴ്സ് ഒന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാവുന്നതാണ്. പിന്നെ തലവേദന വരാതിരിക്കാനുള്ള മരുന്ന്, എത്ര പ്രാവശ്യം തലവേദന വരുന്നു, എത്ര എപ്പിസോഡിക്കായിട്ട് ഹെഡേക്ക് ഉണ്ട്, ഇതിനൊക്കെ ആസ്പദമാക്കി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക രീതിയിലുള്ള ഗുളികകളുണ്ട്. ഉറക്കമില്ലെങ്കിൽ അത് കൂടെ ആൻസൈറ്റിയും ഉണ്ടാവാറുണ്ട് മൈഗ്രെയിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതിന് അങ്ങനത്തെയുള്ള മരുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയാണ് ചില വാൽപ്രേറ്റ് പോലത്തെ ഒത്തിരി ചില മൈഗ്രെയിനിന് വരാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പം വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഓൾറെഡി വെയിറ്റ് ഉള്ള ആൾക്ക്, അല്ല ഒബീസായിട്ടുള്ള അമിത വണ്ണം ഉള്ളവർക്കൊക്കെ അതിനനുസരിച്ചുള്ള മരുന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പം വെയിറ്റ് കുറയുന്ന മൈഗ്രെയിൻ വരാതിരിക്കാനുള്ള മരുന്നുകളും ഉണ്ട്. ചിലത് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്ന മരുന്നുമുണ്ട്. പിന്നെ ഉറക്കം വരുന്നപ്പോൾ കുട്ടികൾ തന്നെ മൈഗ്രെയിൻ വരുന്നവർക്ക് അങ്ങനത്തെ ഉറക്കം ഇല്ലാതെ അവർക്ക് പഠിക്കാനുമൊക്കെ ഉണ്ട്. അപ്പം അനാവശ്യമായ ഉറക്കം അവർക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ ചൂസ് ചെയ്യണം. പിന്നെ ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളും നമ്മളുടെ മൈഗ്രെയിന് ഒരു കാരണമാകാം. എസ്പെഷ്യലി യങ് പേഷ്യൻസ്, അതായത് നമ്മുടെ ചൈൽഡ് ബെയറിങ് ഏജിൽ നമ്മൾ ഈ ഹോർമോൺ പിൽസുകളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. ഈ OC പിൽസ്, കോൺട്രസെപ്റ്റീവ് പിൽസ്, അതായത് നമുക്ക് പ്രസവം അവോയ്ഡ് ചെയ്യാൻ, ഗർഭധാരണം തടയാനായിട്ടുള്ള ഗുളികകളുണ്ട്. അപ്പോൾ അത് മൈഗ്രെയിൻ ഉള്ളവർ കഴിക്കുന്നത് മൈഗ്രെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട്. മൈഗ്രെയിൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഗുളികകൾ ഡോക്ടറിനെ, അതായത് ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ മൈഗ്രെയിൻ ഉള്ള കാര്യം അവരെ അറിയിക്കുക. അതിനനുസരിച്ചുള്ള ഗുളികകൾ അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഒരുതരം റെറ്റിനൽ മൈഗ്രെയിൻ ഉണ്ട്. അതായത് കണ്ണിൽ കറുത്ത സ്പോട്ടായിട്ട് തുടങ്ങും മൈഗ്രെയിൻ. അതായത് വേദനയോട് കൂടിയോ വേദന തുടങ്ങുമ്പോഴോ ഒക്കെ അത് കറുത്ത സ്പോട്ടായിട്ട് തുടങ്ങി ആ കറുത്ത സ്പോട്ട് വളർന്ന ഒരു വശം തന്നെ നമുക്ക് കാണാതാവും. നമുക്ക് വളരെ ഭയാനകമായിട്ട് തോന്നും. കാരണം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശം കാണുന്നില്ല, നമ്മൾ കാണാതിരിക്കുമ്പോൾ ആ ഭാഗം കാണുന്നില്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോകും. റെറ്റിനൽ മൈഗ്രെയിനുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മൈഗ്രെയിൻ ഉണ്ടാവാം. പേടിക്കേണ്ടതില്ല. ഇത് ഡോക്ടറെ കാണുകയാണ്. ഇത് ആ മൈഗ്രെയിൻ തലവേദന മാറുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കണ്ണിൻ്റെ കാഴ്ച ഒരു വശം കാണാതാവുന്നതിനെ മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ചികിത്സാ പ്രതിവിധികളുണ്ട്. ഡോക്ടറെ സമീപിക്കാവുന്നതാണ്.
ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അഫ്സാനയാണ്. അഫ്സാന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ അഫ്സാൻ. എനിക്ക് 9ാം ക്ലാസ് തൊട്ട് മൈഗ്രെയിൻ ഉള്ളതാണ്. ഞാൻ അലോപ്പതി ആയുർവേദം ഒക്കെ നോക്കിയിട്ടും അതങ്ങോട്ട് കുറയാനില്ല. അതെ, മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ക്യൂർ ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഷുഗറൊക്കെ പോലെ തന്നെയാണ്. ക്യൂർ ചെയ്ത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കി ഇനി തലവേദന വരില്ല എന്ന് പറയുന്ന ഒരു അസുഖമല്ല. നമുക്ക് അതിനെ കുറച്ച് നിർത്തിയേക്കാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം, അതിൻ്റെ ഫ്രീക്വൻസി, അതായത് വരുന്ന നമ്പർ കുറയ്ക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഇത് മാറി നോർമൽ ഒരു തലവേദന ഇല്ലാത്തൊരവസ്ഥ ആഗ്രഹിക്കരുത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവണം എന്നത് ഷാഠ്യം ഉണ്ടാവരുത്. കാരണം ഇത് തലവേദന നമ്മുടെ പ്രായമാകുമ്പോഴേ അത് മാറത്തുള്ളൂ. ഇപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്സാനയ്ക്ക് ഇപ്പം എത്ര വയസ്സായി? അല്ലല്ലോ, 9ാം ക്ലാസ് ഇപ്പം 24ആയി. 24. എന്തായാലും ഒരു പ്രായം കഴിയുമ്പോഴേ ഇത് മാറത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരാം. അപ്പോൾ വരുമ്പോൾ നമുക്ക് ആ ദിവസത്തെ വേദന സഹിക്കണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അന്നത്തെ ദിവസം നമുക്ക് മരുന്ന് കഴിക്കാം. വളരെ അടുപ്പിച്ച് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രിവെൻറ്റീവായിട്ടുള്ള മരുന്നിൻ്റെ ആവശ്യകതയുള്ളൂ. അല്ലെങ്കിൽ ആ ദിവസം ഡെഫിനറ്റ് ആയിട്ട് അതെ സ്ട്രെസ് ഉള്ളപ്പോൾ അപ്പോൾ നമുക്ക് ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാമല്ലോ. നമുക്ക് ടെൻഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് യോഗ അതുപോലത്തെ മനസ്സിനെ കാമായിട്ട് വെക്കാനുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മൈഗ്രെയിൻ അവോയ്ഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും. ചിലപ്പം പെയിൻ കില്ലറായിട്ട് തന്നെ NSAIDs തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. വെറുതെ മരുന്ന് കഴിക്കുന്നതിനേക്കാളും നമുക്ക് ഓവർ തിങ്കിങ് വരുന്നു, ടെൻഷൻ വരുന്നു എന്നുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് നോക്കാമല്ലോ. ആർക്കും ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വളരെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരും. പക്ഷെ അത് ലൈറ്റായിട്ട് എടുക്കാൻ എങ്ങനെ പറ്റുമെന്ന് നമ്മളുടെ മനസ്സിനെ നമ്മളതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മളെ മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ ഇങ്ങനത്തെ രീതിയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് നമ്മുടെ മനസ്സിനെ വ്യാപിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പം എത്ര ഫ്രീക്വൻസിയിൽ വരുന്നുണ്ട്? അടുപ്പിച്ച് വരുന്നുണ്ടോ? അടുപ്പിച്ച് വരാറുണ്ട്. ഒരു ടൈമിൽ ഒരു വൈകിട്ട് ആ ടൈമിലാണ് ഇന്ന് സ്ഥിരം വരുന്നത്. ഭയങ്കര പെയിൻ ആയിരിക്കും. അതെ അത് മൈഗ്രെയിൻ നമ്മൾ ഓരോരുത്തരും വിചാരിക്കും ഓരോ തരത്തിലുള്ള. അപ്പം പല്ല് വേദനയാണ് ഏറ്റവും വലിയ സഹിക്കാൻ പറ്റാത്ത പെയിൻ എന്ന് വിചാരിക്കും. മൈഗ്രെയിൻ ആണ് ഏറ്റവും വലിയ പെയിൻ എന്ന് പറയും. ഓരോരുത്തർക്ക് അതിൻ്റേതായിട്ടുള്ള കാഠിന്യം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ തല തൊട്ടാൽ തന്നെ പെയിൻ എന്ന് ഉള്ളൊരവസ്ഥ നമുക്ക് തോന്നും അല്ലേ? തലവേദന ഭയങ്കര സിവിയറായിട്ട് ഒന്ന് കിടന്നുറങ്ങി കഴിഞ്ഞാൽ തലവേദന കുറയും എന്നൊക്കെ നമുക്ക് തോന്നും. തലവേദന വന്നാൽ കുറയും. അപ്പം ഉറക്കം നന്നായിട്ട് ഉറങ്ങുക, യാത്ര കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക, വെയിലത്ത് യാത്ര ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. തലവേദന വരാനുള്ള സാഹചര്യം നമുക്ക് തന്നെ മനസ്സിലാവും. ചിലപ്പം ഭക്ഷണ ക്രമീകരണം അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ തലവേദന അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ തലവേദന വന്നാൽ നമുക്ക് ഒരു ഗുളിക കഴിക്കാനായിട്ടുള്ള ആവശ്യം വരും. ചിലപ്പോൾ അധികം നേരം നീണ്ടു നിൽക്കാത്ത ഒരു ഹാഫ് ആൻ അവർ നിൽക്കുന്ന തലവേദനയാണെങ്കിൽ നമുക്ക് അത് വേണ്ടെന്ന് വെക്കാം. അത് നീണ്ടു നിൽക്കുന്ന തലവേദന നമുക്ക് അന്നത്തെ ജോലി തന്നെ നമ്മളെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ആ ജോലി ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു ദിവസം വേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗുളിക കഴിക്കാം. പിന്നെ അടുപ്പിച്ച് വരികയാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വരാതിരിക്കാനുള്ള ഗുളിക കഴിക്കാം. അത് 3 മുതൽ 6 മാസം വരെയൊക്കെ ചിലപ്പം കഴിക്കേണ്ടി വരും. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പ്രിവെൻഷൻ, അതായത് വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. എന്തായാലും പ്രായം ഒരു പരിധി വരെ ആകുമ്പോഴേ ഇത് കുറയത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഇത് വരുന്ന സഹിക്കാനേ ഉള്ളൂ. പക്ഷേ ആവശ്യമില്ലാത്ത സ്കാനും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പൊതുവേ നമ്മൾ വിഷമിക്കുമ്പോഴാണ് അയ്യോ എൻ്റെ തലയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞിട്ട് CT സ്കാനും അതുപോലെ ഇമേജിംഗ് ഒക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതർവൈസ് ഈവൻ സ്കാൻ പോലും ആവില്ല. ലക്ഷണങ്ങൾ കണ്ട് തന്നെ ഇത് മൈഗ്രെയിൻ ആണ് എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കി പല പ്രാവശ്യം ഇത് വന്നിട്ടുള്ള ഒരു ഹിസ്റ്ററിയും കൂടെ ഉണ്ടെങ്കിൽ സ്കാനിൻ്റെ തന്നെ ആവശ്യമില്ല. ഉറക്കം നന്നായിട്ട് ഉറങ്ങുക, ഭക്ഷണക്രമം പാലിക്കുക, വെയിലൊക്കെ അവോയ്ഡ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരളവ് വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടെ ചേരുന്നുണ്ട്. കൂറ്റനാട് നിന്ന് പ്രിയയാണ്. പ്രിയ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പ്രിയ, പറഞ്ഞോളൂ. എനിക്കൊരു 10 വർഷമായി മൈഗ്രെയിൻ്റെ പ്രശ്നമായിട്ട്. 10 വർഷമായിട്ട്? 10 വർഷമായി. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പം എനിക്ക് 37 വയസ്സായി. എത്ര? 37. 37. ഓക്കെ. അപ്പം 27 വയസ്സിൽ തുടങ്ങിയതാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല? ഓക്കെ. തലവേദന കൂടെ എന്തെങ്കിലും ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? മൈഗ്രെയിൻ തന്നെയാണോ? ഒരു വശമാണോ തലവേദന? ഒരു വശം വേദന തുടങ്ങി കഴിഞ്ഞാൽ പിൻഭാഗത്ത് നല്ല ശക്തമായ ഒരു വേദന ഉണ്ടായിരുന്നു. ഉറക്കെ പറയാവോ പ്രിയ? പിൻഭാഗത്ത്, തലയുടെ പിൻഭാഗത്ത് ഭയങ്കര ശക്തമായ വേദനയായിരുന്നു. ഓക്കെ. എത്ര നേരം നീണ്ടു നിൽക്കും? അത് ഛർദി ഉണ്ടായിരുന്നു മാം. ഓക്കെ. ഛർദിച്ചാൽ കുറയുമായിരിക്കുമല്ലോ. അപ്പൊ
കുറയാറുണ്ട്. പക്ഷെ അത് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരുന്നു. അതെ, സഹിക്കാൻ വേദന ഇത് ന്യൂറോനെ കാണിച്ചിട്ട് മരുന്ന് കഴിക്കണ്ടായിരുന്നു. മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അത് ആ വേദന വരുമ്പോൾ ഇപ്പൊ എനിക്ക് കഴുത്തിലേക്കും വേദന വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പം തലവേദന വരുമ്പോ കഴുത്തിലോട്ടും വേദന വരാമല്ലോ. അത് അന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പൊ കഴുത്തിന്റെ അവിടെ നീര് വന്നിട്ട് ബാക്കില് പിൻഭാഗത്ത് ഒരു വീർപ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ തലവേദന മാറുമ്പോ മാറുമല്ലോ. തലവേദന മാറുമ്പോ ആ വേദനയും മാറുമോ? അത് എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക തല വേദന വരുമ്പോ. അല്ല, ഇപ്പൊ എത്ര നാള് കൂടുമ്പോഴാ തലവേദന വരുന്നത്? ഡെയിലി ഉണ്ടോ വല്ലപ്പോഴും? അല്ല, വല്ലപ്പോഴല്ല. ഇപ്പൊ ഒരു മാസത്തിൽ എനിക്ക് ഒരു 4-5 തവണ വന്നു പോകുന്നുണ്ട്. മാസത്തിൽ 4-5 ആണെങ്കിൽ 4 ഗുളിക കഴിച്ചാൽ പോരെ? 4-5 ഗുളികയൊക്കെ ഉണ്ട്, നിർക്കത്തില്ലേ? തലവേദന വന്നു കഴിഞ്ഞാൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറയത്തില്ലേ? അത് വരാതിരിക്കാനുള്ള ഗുളിക ഡെയിലി 30 ദിവസം കഴിക്കണ്ടേ? 5 പ്രാവശ്യമൊക്കെ വന്നാൽ വരാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചാൽ മതിയാകും. മാത്രമല്ല, തലവേദന വരാതിരിക്കാൻ നമുക്കറിയാമല്ലോ. ഇപ്പം എന്തൊക്കെ ചെയ്താൽ നമുക്ക് തലവേദന വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ അതൊക്കെ അവോയ്ഡ് ചെയ്താൽ ഒരു പരിധി വരെ തലവേദന വരാതിരിക്കാൻ നോക്കാം. വന്നാൽ ഗുളിക കഴിച്ചാലും മതിയല്ലോ, അത് മതിയാകും. പ്രിവെൻറ്റീവായിട്ടുള്ള മരുന്ന് സ്ത്രീക്ക് തൽക്കാലം വേണ്ട എന്നാണ് തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞോളൂ. ഈ തലയുടെ ബാക്കിൽ ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? ഈ മൈഗ്രെയിൻ്റെ പോലെ. അതെ, മൈഗ്രെയിൻ്റെ തലവേദന ചിലപ്പം ബാക്കിലും വരാം. ഡെയിലി വരുന്ന തലവേദന ഒരു ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് കൂടെ ആണെങ്കിൽ, മസിൽ ടൈപ്പ് ടെൻഷൻ ഹെഡേക്ക് ഉണ്ട്, അതിൻ്റെ കൂടെ എന്തായാലും തലവേദനയുടെ ബാക്കിലും കഴുത്തിലും ഒക്കെ വേദന വരും. മൈഗ്രെയിൻ്റെ തലവേദന ഒരു വശത്താണല്ലോ, അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും എല്ലാം, കൂടുതലും ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലും വരാം. അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു തലവേദനയുടെ സ്വഭാവം തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് അതിന് വേറെ കാരണമൊന്നുമില്ല, ബാക്കിലും വരാം. ഡോക്ടർ, മൈഗ്രെയിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്താണ്? അതുപോലെ നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ തന്നെയാണ് പരിഹാരം. പിന്നെ മരുന്ന് നമുക്ക് വേണ്ട വിധം ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി, ഡോക്ടറിൻ്റെ അഭിപ്രായത്തോടു കൂടി നമുക്ക് മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ നൂതന ചികിത്സാ രീതി എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ ബോട്ടോക്സ് ഉണ്ട്. ഇഞ്ചക്ഷൻ അത് മൈഗ്രെയിന്, ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ മൈഗ്രെയിൻ വിട്ടുമാറാതെ ഡെയിലി ഹെഡേക്കായിട്ട് ഇങ്ങനെ കുറേ പേർക്ക് കഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് മരുന്ന് കഴിച്ചാലും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള മെഡിസിൻസ് കഴിച്ചാലും ചിലർക്ക് മൈഗ്രെയിൻ ഒരളവ് വരെ നമുക്ക് കുറച്ച് നിർത്താം. എന്നാലും അതിന് പരിഹാരമില്ലാതെ ഡെയിലി തലവേദന വരുന്ന അവസ്ഥ, അതായത് മരുന്നിൽ, അതായത് ഓറൽ മെഡിക്കേഷൻസിൽ കുറവ് വരാത്ത കുറച്ച് പേഷ്യൻസ് ഉണ്ടാവും എന്തായാലും. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് നമുക്ക് ഇഞ്ചക്ഷൻ ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ തലയിൽ തന്നെ, നമ്മുടെ തലയിലും നെറ്റിയിലും ഒക്കെ പല സൈറ്റിൽ ഇഞ്ചക്ഷൻ ചെയ്താൽ കുറേ പേർക്ക് അതിന് മുക്തി നേടുന്നുണ്ട്. അങ്ങനെ ക്രോണിക് മൈഗ്രെയിൻ പേഷ്യൻസിന് നമ്മൾ മെഡിക്കൽ കോളേജിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇഞ്ചക്ഷൻ ബോട്ടോക്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് കഴിയുന്നതും സ്വന്തം ചികിത്സാ പ്രകാരം, അതായത് ഓവർ ദ കൗണ്ടർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നവർ വളരെ കൂടുതലാണ്. അവർ ഈ NSAIDs, അതായത് പെയിൻ കില്ലേഴ്സ് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കും. ഈ പെയിൻ കില്ലേഴ്സ് പിന്നെ കഴിച്ചില്ലെങ്കിൽ തലവേദന എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോകും. അതായത് NSAIDs അബ്യൂസ്, അതായത് ഡ്രഗ് അബ്യൂസ്, ഹെഡേക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ അവസാനം കഴിച്ചില്ലെങ്കിൽ തലവേദന എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോകും. അവരെ പ്രത്യേക രീതിയിൽ ചികിത്സിക്കണം. അതുകൊണ്ട് ഓവർ ദ കൗണ്ടർ നമ്മൾ മരുന്ന് വാങ്ങിച്ച് ചികിത്സിക്കാതിരിക്കാൻ വളരെ നന്നായിട്ട് നോക്കേണ്ടതാണ്. പലപ്പോഴും ഡോക്ടർ 3 മുതൽ 6 മാസം വരെ കഴിക്കണമെന്ന് പറഞ്ഞ് തലവേദനയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന, അതായത് മെഡിക്കേഷൻസ് പലപ്പോഴും രോഗികൾ 2-3 വർഷം കഴിക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അത് വളരെ അനാവശ്യമാണ്. കാരണം ഇത് ക്യൂറബിൾ അല്ല. അപ്പോൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത് എത്ര കാലത്തേക്ക് നീണ്ടു നിന്ന് കഴിക്കും? കഴിച്ചാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് കുറച്ച് നമ്പർ കുറയ്ക്കാം, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാം. പിന്നെ നമുക്ക് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് നാളത്തേക്ക് നമുക്ക് വരാതിരിക്കും. പിന്നെയും വരും തലവേദന. എന്തായാലും ഒരു പ്രായം ചെല്ലുമ്പോഴേ നമുക്ക് വരാതിരിക്കാനുള്ള ഒരവസ്ഥ സംജാതമാകത്തുള്ളൂ. ശരി ഡോക്ടർ, വ്യക്തമാണ്. മൈഗ്രെയിനുള്ള പരിഹാരത്തെ പറ്റിയാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ പി ചിത്രയാണ്. ഡോക്ടർ, നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.